ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എല്ലാവർക്കും എന്താ പരിപാടി? ഞാൻ ഇന്ന് സാറ്റർഡേ ആയിട്ട് ഈ ഷോപ്പിലേക്ക് പോകാനായിട്ടുള്ള റെഡിയാകലാണ്. അപ്പൊ ഞാൻ അതിനു മുമ്പ് കുറച്ച് നമ്മുടെ ഡെയിലി റുട്ടീൻ ആയിട്ടുള്ള കുറച്ച് വ്ളോഗ്സ് ഒക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് കാണാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് പോകാം. ഇന്നലെ രാത്രി ഷോപ്പിൽ നിന്ന് വന്നപ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വന്നപ്പോൾ കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ക്ഷീണം പിടിച്ചിട്ട് ഇനി എനിക്ക് കഴുകാൻ മേലാന്ന് വിചാരിച്ചിട്ട് അതെല്ലാം ഒരു ബേസിനിലിട്ട് മാറ്റി വെച്ചു. അപ്പോൾ ഇന്ന് രാവിലെ അത് കഴുകിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചാണ് രാവിലെ തന്നെ പാത്രം എടുത്ത് കഴുകിയത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇക്കാണെങ്കിൽ അരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ വാങ്ങിച്ച അരിയാണെങ്കിൽ ഒരു പൊടിയും വേവ് ഇല്ലായിരുന്നു. വേവെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പാടാണ് ഈ ഇൻഡക്ഷൻ കുക്കറിൽ, നമ്മുടെ റൈസ് കുക്കറിൽ വെക്കുന്നത് കൊണ്ടാണ് കേട്ടോ വേവിൻ്റെ ഈ പ്രോബ്ലം വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. അങ്ങനെ ദേ 5 സ്റ്റാറിൻ്റെ അരിയാണ് കൊണ്ടുവന്നേക്കുന്നത്. ഇനി ഇത് വേവോ എന്തുവാന്നൊക്കെ ഇനി വെച്ച് നോക്കിയാൽ മാത്രമേ അറിയത്തുള്ളൂ. എന്തായാലും നമുക്ക് കഴുകി അടുപ്പത്ത് വെള്ളത്തിലിടാം. അങ്ങനെ ദേ ഞാൻ കഴുകാനുള്ള അരിയൊക്കെ എടുത്തു. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ കൈപ്പിടി കൊണ്ട് എന്താ വാരുന്നതെന്നല്ലേ? ഞാൻ ഈ നാഴിയും ഗ്ലാസ്സും ഒന്നും ഉപയോഗിക്കാറില്ല. വേറൊന്നുമല്ല, ഞാൻ എൻ്റെ പരുവത്തിന് ഒരു അളവെടുത്തിട്ട് എൻ്റെ ഒരു അളവിന് എൻ്റെ വീട്ടിലുള്ളവർക്ക് വേണ്ടുന്ന ചോറ് അരി അങ്ങ് ഞാൻ ഇടത്തേ ഉള്ളൂ കേട്ടോ. എക്സ്ട്രാ ആരെങ്കിലും വന്നാലും കാണും കേട്ടോ, അതിനുള്ള അരി ഞാൻ ഇടാറുണ്ട്. അങ്ങനെ ദേ അതെല്ലാം അരിയെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അരി കൊണ്ടുവന്നതിൻ്റെ കൂടെ കൊണ്ടുവന്നതാണ് കേട്ടോ ചിക്കൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ കവർ എന്തായാലും കഴുകി വെക്കണം. ആ കവർ ഹരിതകർമ്മ സേനയ്ക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് സേഫായിട്ട് കഴുകി ഒരിടത്ത് കൊണ്ടുവെക്കാം. അത് അങ്ങനെ ഞാൻ കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചു. അതിനുശേഷം ഇതിനകത്തേക്ക് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി കുറച്ച് വിനെഗർ ഒഴിക്കാം. വിനെഗർ ഒഴിച്ച് വൃത്തിയാവുമ്പോൾ അതിനകത്ത് ബ്ലഡും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഇറങ്ങും കേട്ടോ. അതിനാണ് ഈ വിനെഗർ ഒഴിക്കുന്നത്. വിനെഗർ ഞാൻ കുറച്ച് നാൾ കൊണ്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം വിനെഗർ ഒഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് വിനെഗർ ഒഴിച്ചിട്ട് വൃത്തിയാക്കാൻ വെക്കാം. അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇടാം. അപ്പോൾ എനിക്കിതൊരു മഞ്ഞപ്പൊടി ഇടുന്ന എനിക്കൊരു നമ്മുടെ ഒരു പാചകക്കാരൻ ചേട്ടൻ പറഞ്ഞു തന്നെ കേട്ടോ, മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിട്ട് ചിക്കൻ വൃത്തിയാവുമെന്ന്. അങ്ങനെ നമുക്ക് സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഈ മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ മാറുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ അതെല്ലാം വൃത്തിയാക്കാനായിട്ട് മഞ്ഞപ്പൊടിയും വിനെഗറും ഒക്കെ ഇട്ട് വെച്ചതിന് ശേഷം നമ്മുടെ ചിക്കന് വേണ്ടിയുള്ള സാമഗ്രികളെല്ലാം തയ്യാറാക്കാം. അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെന്താ സവാളയും എല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഈ ചിക്കനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാനൊരു ഷെഫ് പറഞ്ഞ ഇത് വീഡിയോ കണ്ടിട്ടാണ് ഈ രീതിയിൽ വെക്കുന്നത് കേട്ടോ. നമ്മൾ എന്നും വെക്കുന്ന രീതിയിലല്ല വെക്കുന്നത്. അപ്പോൾ എനിക്ക് അറിയത്തില്ല ഈ ചിക്കൻ എങ്ങനെ ആകുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും അതെല്ലാം ഉള്ളിയെല്ലാം അരിഞ്ഞ് ഞാൻ വെച്ചതിന് ശേഷം ചിക്കൻ നല്ല ബ്ലഡൊക്കെ ഇറങ്ങി വൃത്തിയായിട്ടുണ്ട്. നമുക്കിങ്ങനെ കഴുകുമ്പം തന്നെ അറിയാം അതിനൊരു നമുക്കൊരു ഡ്രൈ ഫീൽ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ട് ഇപ്പോൾ. എന്തായാലും നമുക്ക് ഇതെല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കാം. ചിക്കൻ ആണെങ്കിൽ ഞാനൊരു 7-8 വെള്ളത്തിൽ കഴുകും കേട്ടോ. ചിക്കനെന്നല്ല, ഇറച്ചിയെല്ലാം ഞാനൊരു 7-8 വെള്ളത്തിൽ കഴുകും. സോപ്പിട്ട് കഴുകത്തില്ലെന്നേ ഉള്ളൂ. ബാക്കി എല്ലാ രീതിയിലും ഞാൻ ചിക്കൻ കഴുകിയെടുക്കും. അങ്ങനെ എന്തായാലും ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ മസാലകളെല്ലാം ചേർക്കാനായിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ മസാലകൾ ചേർക്കുമ്പോൾ ഞാൻ എല്ലാം ഒരുമിച്ച് ചേർത്ത് ഇങ്ങനെ വെക്കുവാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ വെക്കുന്നത്. എനിക്കറിയത്തില്ല ടേസ്റ്റിൻ്റെ കാര്യമൊന്നും. എന്തായാലും മഞ്ഞൾപ്പൊടിയും പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചെടുത്തിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ വെച്ചതിന് ശേഷം മാത്രം എടുക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്യുന്നതായതുകൊണ്ട് ഇതൊന്നും ചൂടാക്കിയതൊന്നും ഇല്ലല്ലോ. സാധാരണ ഞാൻ മസാലകളെല്ലാം ചൂടാക്കിയാണ് എടുത്ത് വെക്കാറുള്ളത്. അപ്പോൾ ഇന്ന് ചൂടാക്കാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം ഒരു 3/4 മണിക്കൂർ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കാം. ഇത് സവാള ഉൾപ്പെടെ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എല്ലാം കൂടെ സവാളയും ഇഞ്ചി പേസ്റ്റും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വേണം നമുക്ക് ഇത് കറിക്ക് വെക്കാൻ. എനിക്ക് 9:30 മണിയായിപ്പോൾ കേട്ടോ. ഇന്ന് ഞാൻ അവിടെ ഇവിടെ എല്ലാം തൂങ്ങിയിരുന്നിട്ട് ഇപ്പോഴാണ്
പാചകത്തിനിറങ്ങിയിട്ട്. നിങ്ങൾ ആലോചിക്കണം, 9:30 മണിയാവാറായി, ഷോപ്പിൽ പോകാൻ നേരമാവാറായി. അതിനുശേഷം ഞാനിപ്പോൾ ഒരു കുറച്ച് വിനെഗറും കൂടെ അതിനകത്ത് മിക്സ് ചെയ്ത് കേട്ടോ. എന്തായാലും നമുക്കിതെല്ലാം മിക്സ് ചെയ്തിട്ട് നേരെ കുറച്ച് നേരം അതൊന്ന് അരപ്പൊക്കെ പിടിക്കാനായിട്ട്, പൊടികളെല്ലാം അതിനകത്തോട്ട് ഇറച്ചിയിലൊന്ന് പിടിക്കട്ടെ, അതിനായിട്ട് വെച്ചു. അപ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി പേസ്റ്റ് അരച്ചെടുക്കാം. എൻ്റെ മിക്സി കിട്ടി മക്കളെ കേട്ടോ. എനിക്ക് സമാധാനമായ ഏറ്റവും വലിയ കാര്യം മിക്സി കിട്ടി. അപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മിക്സി ഇല്ലായിരുന്നതുകൊണ്ട്. അങ്ങനെ എന്തായാലും ശരിയാക്കി വന്നിട്ടുണ്ട്. അങ്ങനെ ദേ ചിക്കൻ്റെ എല്ലാം കൂടി ഇട്ട്, ചിക്കനകത്ത് നമ്മൾ സവാളയെല്ലാം അരമുക്കാൽ മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ മിക്സിയിൽ സവാളയെല്ലാം കൂടി ഇട്ടിട്ട് ആ ജാറിൽ ഇരുന്ന ഇഞ്ചി പേസ്റ്റാണ് കേട്ടോ. ഇഞ്ചി പേസ്റ്റും നമ്മുടെ വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആണത്. അപ്പോൾ അത് രണ്ടും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ല മിക്സ് ചെയ്തെടുക്കാം. സവാളയും ഇഞ്ചി പേസ്റ്റും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരുമിച്ചിട്ട് നല്ല വിരകിയെടുത്ത സാധനമാണ്. അങ്ങനെ ദേ അടുപ്പിൽ ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മുടെ എല്ലാം, നമ്മളൊന്നും ഇതിനകത്ത് വാട്ടുന്നില്ല, സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും വാട്ടുന്നില്ല കേട്ടോ. എല്ലാം നമ്മൾ ഈ ചിക്കനകത്ത് തന്നെ മിക്സ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടാകുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഷെഫ് പറഞ്ഞാവുമ്പം ഷെഫിൻ്റെ രീതിയിൽ വെക്കുന്നതാവുമ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്ക് അങ്ങനെ തന്നെ വെക്കാം. അങ്ങനെ ദേ ഇതെല്ലാം മിക്സ് ചെയ്ത് ഞാൻ അടച്ചു വെച്ചിട്ട് അത് അവിടെ ഇരുന്ന് വെന്തോട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പണിയുണ്ട്. നമുക്ക് ചോറിന്, ചിക്കൻ കറിക്ക് നമുക്കിവിടെ പരിപ്പ് കറി വേണം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് സാമ്പാർ പരിപ്പ്, എന്തായാലും ചട്ടി പൊട്ടിയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ചിക്കൻ പൊടിയും കൂടെ അതിനകത്ത് ചേർക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മസാല പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് കാരണം ഞാൻ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. ഞാൻ എപ്പോഴും അങ്ങനെ ചിക്കൻ മസാല അങ്ങനെ കറിക്കകത്ത് ചേർക്കാറില്ല. ഇത് ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാലയാണ്. അങ്ങനെ ഇന്നലെ കൊണ്ടുവന്ന കുറച്ച് ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടെ ചുടാന്ന് വിചാരിച്ചു. അങ്ങനെ ചുടാനുള്ള എല്ലാം പ്രിപ്പറേഷനിലും ആണ് ഞാൻ. ചിക്കനും ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്, പക്ഷേ ചിക്കൻ ഫ്രൈ ചെയ്യാൻ എടുത്തില്ലെന്ന്. അങ്ങനെ ഇതെല്ലാം ചെയ്തിട്ട് ഞാൻ ഓടിപ്പോയി ഫ്രഷായിട്ട് 11 മണിയാവാറായി മക്കളെ. എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ നല്ല വിശക്കുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും കറി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നും വെക്കുന്ന ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കറിക്ക്. അപ്പോൾ എന്തായാലും വെച്ചത് കഴിച്ചല്ലേ പറ്റുള്ളൂ, അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും കഴിച്ചിട്ട് ഞാൻ പോവുകയാണ്. ഓക്കെ, ബൈ.